ഈ മാക്രോണി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വേവ് കൂടിപ്പോയാൽ ഒട്ടി ഉടഞ്ഞു പോവും. കാണാനും ഭംഗിയുണ്ടാവില്ല, അതുപോലെ തന്നെ ടേസ്റ്റും കുറവായിരിക്കും. ഇന്ന് നമുക്ക് എന്നും ഒരേപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഉള്ള മാക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോളയും തക്കാളിയും വെളുത്തുള്ളിയും എന്തായാലും വേണം. പിന്നെ പച്ചക്കറികൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ, ഈ പച്ചക്കറികളിൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറികളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാം. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾക്കല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ പച്ചക്കറികളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. പച്ചക്കറികളൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കളറായിട്ടുള്ള ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ സ്വീറ്റ് കോണും മാത്രമേ ചേർക്കണുള്ളൂ. ഞാനിപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ മതി. അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ 1.5 ഗ്ലാസ് മാക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. എൽബോ പാസ്ത 1 ഗ്ലാസ് എടുത്തു. ഇനി 1/2 ഗ്ലാസും കൂടെ. ഇത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരുപാടൊന്നും ഫ്രൈ ആക്കണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സബോള ചേർത്ത് കൊടുക്കുക. സബോള അങ്ങനെ തന്നെ ബ്രൗൺ കളറൊന്നും ആവരുത്, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഈ മാക്രോണിയിലൊന്നും നമ്മൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തത്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തക്കാളി വേഗം തന്നെ വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ സ്വീറ്റ് കോൺ, ക്യാപ്സിക്കം, ക്യാരറ്റ് 3 ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ പച്ചക്കറിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ പച്ചക്കറിയൊക്കെ ഒന്ന് ചുരുങ്ങി വരും. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പാസ്ത സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വീബയുടെ പിസ്സ പാസ്ത സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസും അതുമാതിരി ചില്ലി സോസ്, പിന്നെ ഒറിഗാനോ, പാസ്ലി ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്താൽ തന്നെ ഈ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇപ്പോൾ സോസും പച്ചക്കറികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പച്ചക്കറികളും സോസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് പറയാം. 1 ഗ്ലാസ് മാക്രോണിക്ക് 1 ഗ്ലാസ് വെള്ളം, അതാണ് അളവ്. അപ്പോൾ ഞാനിപ്പോൾ 1.5 ഗ്ലാസ് മാക്രോണിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ അത് നോക്കിയാലും മനസ്സിലാവും. മാക്രോണി കറക്റ്റ് ഇങ്ങനെ മുങ്ങിക്കിടന്നാൽ മതി. കണ്ടോ, അപ്പോൾ നല്ല മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ വെള്ളത്തിൻ്റെ അളവ് ലെവല് നോക്കിയാൽ കറക്റ്റ് ആ മാക്രോണിയും വെള്ളത്തിൻ്റെ അളവും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് 1 വിസിൽ വന്നാൽ മതി. ഫുൾ ഫ്ലെയിമിലിടുക, 1 വിസിൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ആവി നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. കണ്ട കറക്റ്റ് വേവാണ്, വെള്ളമൊന്നും കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം കുറച്ച് തോന്നുകയാണെങ്കിൽ തന്നെ ഒന്ന് തുറന്നു വെച്ചാൽ മതി, വെള്ളം ഉടനെ തന്നെ വറ്റിപ്പോവും.
അപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ഇതാ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചീസ് 1 ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചീസും കൂടെ ചേർത്താലാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനാണ്. ചീസും കൂടെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ചൂട്ടോട് കൂടെ തന്നെ നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഉടനെ തന്നെ അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും എല്ലാത്തിൻ്റെയും കൂടെ. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണി റെഡിയായി. ഇപ്പോൾ കണ്ടില്ലേ, ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും ഒരേപോലെ നമുക്ക് മാക്രോണി ഉണ്ടാക്കാനായിട്ട് പറ്റും. വേവ് കൂടില്ല, കുഴഞ്ഞു പോവില്ല. കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം, അതല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.